ബേബി ഇലവുങ്കൽ കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ മറ്റ് വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ഇതിനെ നിയമിക്കുന്നവരെ പോലെ തന്നെ നേതൃത്വത്തിലായ ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്നവരും. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ജോൺസൺ പാറാകുളങ്ങരെ ക്ഷണിക്കുകയാണ്. കേണൽ ബേബി മാത്യു ഫൗണ്ടേഷന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിരിക്കുന്ന ലഫ്റ്റനന്റ് ജനറൽ മൈക്കിൾ മാത്യു സർ, ഫൗണ്ടേഷന്റെ സെക്രട്ടറി ജോസ് പാലക്കാട്, ലാലം പള്ളിക്കാരി ഫാദർ ജോസഫ് കടത്തിൽ അച്ഛൻ, മറ്റു ഫൗണ്ടേഷന്റെ ഭാരവാഹികളായ APJ ജോസ്, സിബി പറമുണ്ട, കൗൺസിലർമാരായ തോമസ് പീറ്റർ, ജോസ് ചീരാൻകുടി, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള കേണൽ ബേബി മാത്യു സാറിൻ്റെ സഹപ്രവർത്തകരായ കേണൽമാർ, ആർമി ഓഫീസേഴ്സ്, മറ്റ് കുടുംബ സുഹൃത്തുക്കളെ, സഹപാഠികൾ, കേണൽ ബേബി മാത്യു ഫൗണ്ടേഷന്റെ രൂപീകരണം ഇവിടെ നടക്കുക. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഏറെ സ്നേഹിക്കുകയും അദ്ദേഹം വളർന്നു വന്നതും NCCയിലൂടെയാണ്. പാലാ സെന്റ് തോമസ് കോളേജ് NCCയുടെ അണ്ടർ ഓഫീസറായിട്ട് അദ്ദേഹം ദീർഘനാള് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ആണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം യുവാക്കളിൽ രാജ്യസ്നേഹം വളർത്തുകയും അതോടൊപ്പം അവരുടെ വ്യക്തിത്വം വികസനത്തിനും വേണ്ടിയാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹം പണ്ട് കാർഗിൽ യുദ്ധത്തിൽ നയിച്ച് വിജയിച്ച് പാലായിൽ വന്നപ്പോൾ പാലായിലെ പൗരാവലി അദ്ദേഹത്തിന് വൻ സ്വീകരണമാണ് കൊടുത്തത്. ആ സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നു. അദ്ദേഹം 2 രാത്രിയും 2 പകലും കൊണ്ടാണ് ലൈൻ ഓഫ് കൺട്രോളിൽ എത്തിയതെന്ന്. അന്ന് തുരുതുരയുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഇടയിലൂടെ ഭാഗ്യത്തിനാണ് ഞാൻ നമ്മുടെ ട്രൂപ്സിനെ അണിനിരത്തുവാൻ വേണ്ടി ലൈൻ ഓഫ് കൺട്രോളിൽ അദ്ദേഹം എത്തിയ കാര്യം സൂചിപ്പിച്ചു. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനത്തിനായി ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും പരമോന്നത റാങ്കിലുള്ള ലഫ്റ്റനന്റ് ജനറൽ മൈക്കിൾ മാത്യൂസ് പരമവിശിഷ്ട സേവാ മെഡലും നേരിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം വിട്ടുപോയി. കേണൽ ബേബി മാത്യു സാറിന്റെ നിര്യാണത്തോടനുബന്ധിച്ച് അന്ന് ശസ്ത്രസ്കാര ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയും ഈ നമ്മുടെ ലഫ്റ്റനന്റ് ജനറൽ പങ്കെടുക്കുകയും എല്ലാ പരിപാടികളും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ മൈക്കിൾ മാത്യൂസ്. അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള കേണൽ ജഗദീവനെ ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടി സ്മരിക്കട്ടെ. അദ്ദേഹത്തിന്റെ സേവനം ഞങ്ങളുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ കേണൽ ബേബി മാത്യു സാറിന്റെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിൽ കേണൽ ജഗദീവനെ ഉള്ള നന്ദി അർപ്പിക്കുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതോടൊപ്പം ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനത്തിന് ലഫ്റ്റനന്റ് ജനറൽ മൈക്കിൾ മാത്യൂസിനെ ഞാൻ ക്ഷണിച്ചു കൊടുക്കും. ഓക്കെ, താങ്ക് യു. David Matthews
Colonel Baby Matthews, Colonel Baby Matthews ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ്, അത് സത്സംഗിക്കുന്ന പ്രമുഖ അതിഥികളെ, ബേബി മാത്യൂസിൻ്റെ ഫാമിലി മെമ്പേഴ്സ് മിസ്സസ് റെൻസി മാത്യു, തുഷാർ തരുൺ, ബേബിനാഥിൻ്റെ പഴയ സുഹൃത്തുക്കളെ, കൂടാതെ നിങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിലൂടെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച ആർമി ഓഫീസേഴ്സ്, ഇങ്ങനെയൊരു അവസരത്തിൽ ഇവിടെ വരുവാനും ഈ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം ചെയ്യുവാനും ക്ഷണിച്ച പ്രസിഡന്റിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഞാൻ ഒന്നേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഞങ്ങൾ പട്ടാളത്തിൽ പറയും, സോൾജിയേഴ്സ് നെവർ ഡൈ, വി ഓൺലി ജസ്റ്റ് ഫെയ്ഡ് അവേ. പക്ഷേ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചുകൊണ്ട് ഈ പാലാ സ്വദേശികൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ബേബി മാത്യൂസിനെ ഇതിൻ്റെ അനശ്വരനാക്കി തീർത്തിരിക്കുകയാണ്. അദ്ദേഹം സർവീസിലിരുന്നപ്പോൾ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മറുപടിയാണ് ഈ പാലായിലുള്ള എല്ലാ ആളുകളും ചേർന്ന് ഇങ്ങനൊരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഫൗണ്ടേഷന് എല്ലാ ആശംസകളും നേരുന്നു. ഈ ഫൗണ്ടേഷനിലൂടെ കൂടുതൽ ആൾക്കാർ പ്രോത്സാഹനം നേടി ഇനിയും ഇന്ത്യൻ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. താങ്ക് യു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഒരു വിശിഷ്ട അതിഥി ജോർജ് കുളങ്ങര കൂടി സന്തോഷ് കുളങ്ങര എഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യങ്ങളെ ഉൾപ്പെടുത്തി നമുക്ക് ഈ തിരികൊളുത്തി അത് ഉദ്ഘാടനം ചെയ്യാം. അതിനു മുമ്പായിട്ട് രണ്ട് വാക്ക് ഞാൻ സംസാരിക്കുകയാണ്. ഇവിടുത്തെ വികാരിച്ച് എന്നുള്ള ലെവലിൽ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം തോന്നുന്ന വ്യക്തിത്വമായിരുന്നു ബേബിച്ചൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വാസ്തവത്തിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയിരുന്നില്ല. ഇവിടെ വന്ന് 2.5 വർഷമായിട്ടുള്ളൂ. നമ്മുടെ ഇടവകയിലെ ഇത്തരം കരുത്തരായ ശക്തരായ വ്യക്തിത്വങ്ങളുണ്ട് എന്ന് മെല്ലെ മെല്ലെയാണ് ഞാൻ മനസ്സിലാക്കി വന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ധീരതയോടെ ജീവൻ പണയം വെച്ച് പൊരുതി വിജയം വരിച്ച അദ്ദേഹം നമ്മുടെ നാടിന്, നമുക്ക് ഓരോരുത്തർക്കും, ഇവിടെ കുടുംബത്തിന്, ഈ പ്രദേശത്തിനെല്ലാം അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും നിലനിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ഫൗണ്ടേഷന് സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ അനശ്വരനാക്കി മാറ്റുകയാണ് ഈ ഫൗണ്ടേഷൻ. ഞാൻ എല്ലാവിധ വിജയങ്ങളും ഈ ഫൗണ്ടേഷന് ആശംസിക്കുന്നു. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ നേട്ടത്തിലും വ്യക്തിത്വത്തിലുമെല്ലാം അഭിമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും അദ്ദേഹത്തെ ആദരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
മലയാളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ബഹിരാകാശ സഞ്ചാരിയുമാകുന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെ ഒരു വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ബന്ധുമിത്രാദിയുടെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മോടൊപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ദീർഘകാലം നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ വലിയൊരു പ്രചോദനമായിരുന്ന ഒരു മനുഷ്യൻ്റെ സ്മരണയ്ക്കായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും വളരെ ആകാംക്ഷയോടെ അടുത്തറിയാൻ ശ്രമിച്ചിരുന്നൊരു മനുഷ്യനാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ നിരവധി ഓർമ്മകളുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ദുഃഖമായി അവശേഷിക്കുന്ന ഒരു കാര്യം, സഫാരി ചാനലിൽ പല വ്യക്തികളെയും കൊണ്ടുവന്ന് അവരുടെ ജീവിത കഥകൾ, ചരിത്രം പറയുന്ന ഒരു പരിപാടിയുണ്ട്, ചരിത്രം എന്നിലൂടെ. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തോട് പലപ്പോഴും സൂചിപ്പിക്കുകയും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീർഘകാലം ഉള്ള സേവനം, സൈനിക സേവനം, നമുക്കറിയാത്ത സൈനിക ഓപ്പറേഷനുകൾ, അതിലൂടെ അദ്ദേഹം ധീരമായി നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾ, ഇത് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പോലും അറിവുള്ളതല്ല. നമുക്ക് ഏതെങ്കിലും പത്രത്തിലെ കുറച്ച് വരികളിലൂടെ ഉള്ള അറിവാണ്. കാർഗിൽ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു, കാർഗിൽ യുദ്ധത്തിൽ ഒരു വീരനായി അദ്ദേഹം ഈ നാട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതൊക്കെ. അതിൻ്റെ ഓരോ അംശവും ഓരോ ദിവസവും അതിൻ്റെ ആ ഓപ്പറേഷൻ്റെ വിശദമായ കഥകളും നമ്മുടെ നാട്ടിലെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പരിപാടി ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ചരിത്രം എന്ന് പറയുന്ന പരിപാടി. അദ്ദേഹം അപ്പോൾ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, ഞാൻ പാലായ്ക്ക് തിരിച്ചു വരികയാണ്, ആലുവയിലെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കുകയാണ്, വന്നിട്ട് നമുക്കൊരു ദിവസം ഇരിക്കാം. പക്ഷേ ആ ഇരിപ്പ് ഇതുവരെ നടന്നില്ല. തീർച്ചയായും ആ കഥകൾ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കറിയാം ഇന്ന് ഈ ഫൗണ്ടേഷൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി നിരവധി ആളുകളിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് ദേശസ്നേഹത്തിൻ്റെ ഒരു പ്രചോദനം നൽകുന്ന ഒരു കഥ കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ അത് നമുക്ക് സാധ്യമായില്ല. പക്ഷേ ഈ ഫൗണ്ടേഷൻ ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഈ നാടിനു വേണ്ടി ചെയ്ത സേവനം, അദ്ദേഹം എന്ന വ്യക്തിയുടെ ഒരു അച്ചടക്കം നിറഞ്ഞ ജീവിതം, ഇതൊക്കെ വരുന്ന തലമുറയ്ക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും പകർന്നു നൽകുന്ന ഒരു പ്രസ്ഥാനമായി ഈ ഫൗണ്ടേഷൻ മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന് നേതൃത്വം നൽകുന്ന ജോൺസനെയും എൻ്റെ സഹോദരങ്ങളെയും ഒക്കെ ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തികളെയും എല്ലാം ഞാൻ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. അത് വലിയൊരു നേട്ടമായിരിക്കും. ഈ നാടിൻ്റെ തീർച്ചയായും പ്രയോജനപ്രദമായ ഒരു പദ്ധതിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും ഞാൻ ഒരിക്കൽ കൂടി ആ വലിയ സംരംഭത്തിൻ്റെ വിജയത്തിനായുള്ള ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.